ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞിട്ടുള്ളത് സുധിയെ പറ്റി അറിയാൻ വേണ്ടി സുധിയുടെ നാട്ടിൽ പോയ അയാൾ എല്ലാം അന്വേഷിക്കുകയാണ്. സെൻസസ് എടുക്കാൻ വന്ന വിധേയനായിട്ട് എല്ലാം അവരുടെ ഇളയമയോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം വ്യക്തമായിട്ടൊന്നും കിട്ടാത്തത് കാരണം വേറെ ഒരാളോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അയൽവക്കത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൃത്യമായിട്ട് തന്നെ പറയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ പേര് കല്യാണി എന്നാണ്, അവൾക്കൊരു കുട്ടിയുണ്ട്, അവളുടെ ഭർത്താവ് മരിച്ചുപോയി എന്നൊക്കെ കൃത്യമായിട്ട് പറയാണ്. എന്നിട്ട് പറയാണ് പാവം കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി വന്നു എന്ന്. അപ്പോൾ അയാൾ പറയാണ് ശരി എന്നാൽ ഞാൻ പിന്നീട് നേരിട്ട് വന്ന് അവരെ കണ്ടോളാം എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ്. കാര്യം അയാൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു. അയാൾ പിന്നെ ചിന്തിക്കുകയാണ് മനസ്സിൽ, കല്യാണി നീ ശ്രുതി എന്ന പേരിൽ അവിടെ വിലസല്ലേ, കല്യാണം കഴിഞ്ഞൊരു കുട്ടിയും നിനക്കുണ്ട്, എന്നിട്ട് നീ വീണ്ടും പറ്റിച്ചിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നു. ഇത് മതി എനിക്ക്. എല്ലാവർക്കും മുന്നിൽ വെച്ച് നീ എന്നെ അടിച്ചില്ലേ, പകരം നീ വന്ന് എൻ്റെ കാൽക്കൽ വീഴും. ശ്രുതിയെ കൊണ്ടാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയുടെ കരച്ചിലും ബഹളവുമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ വീണിട്ട് കാല് വേദനിക്കുന്നോ, അയ്യോ എൻ്റെ കാല് പോയേ എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോഴേക്കും അച്ഛമ്മയും അച്ഛനും അവിടെ വന്നു. എന്നിട്ട് പറയാണ്, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ വീണതെങ്കിൽ നിങ്ങൾ ഈ വേദനയൊക്കെ സഹിക്കുമോ, എനിക്ക് അത്രയും വേദന ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അച്ഛമ്മ പറയാണ്, എൻ്റെ മോനൊന്നും അങ്ങനെ വീഴില്ല, കാര്യം അവൻ്റെ നല്ല മനസ്സാണ്, അതുകൊണ്ട് അവനൊന്നും ഇങ്ങനെ സംഭവിക്കില്ല. നീയൊക്കെ വലിയ കൊമ്പത്തെ ആളാണെന്ന് കരുതി അങ്ങ് മേലെ കയറിയിരിക്കുന്നതുകൊണ്ടാ ദൈവം തള്ളിയിടുന്നത്. പാവം രേവതി, അവളുടെ വീട്ടുകാർ വന്നതുകൊണ്ടല്ലേ നീ അവളോട് തറ തുടക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോഴോ നിനക്ക് ആ തറയിൽ കാല് കുത്താൻ പറ്റുന്നില്ല. ഇതാ പറയുന്നത് ദൈവമുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ ആയപ്പോൾ നിങ്ങൾക്കൊക്കെ സന്തോഷമായല്ലോ. അപ്പോൾ അച്ഛൻ പറയാണ്, നീ ചെയ്ത തെറ്റുകൾക്കാണ് നിനക്ക് ഇങ്ങനെ കിട്ടിയത്. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, രേവതിയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു കിട്ടുമെന്ന്. വേദന സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്, അതിൻ്റെ ഇടയിൽ അവളെ കുറിച്ച് വിളമ്പാതെ. പിന്നെ ശ്രീകാന്തും വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ്, അമ്മേ കാലെങ്ങനെയുണ്ട്? വേദന മാറുന്നില്ല മോനെ, ആരോ എൻ്റെ കാലിൽ അടിച്ചതുപോലെ തോന്നുക, ഇടുപ്പും വേദനിക്കുന്നു. എടാ നിൻ്റെ ഏട്ടൻ്റെ കല്യാണം അടുത്തിരിക്കുക, അതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ. അമ്മേ ഇതാ എന്ന് പറഞ്ഞ് രേവതി വെള്ളം കൊണ്ടുവരികയാണ്. അപ്പോൾ അവളോട് ചോദിക്കാണ്, എന്താ ഇത് ചൂടുവെള്ളം, അതെടുത്ത് എൻ്റെ കാലിൽ ഒഴിക്ക്, ബാൻഡേജ് 2 കാലിലും ആവട്ടെ. അവളുടെ ഒരു ചൂടുവെള്ളം എടുത്തുകൊണ്ട് പോടി. അപ്പോൾ അവൾ വിഷമിച്ചു. അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, ചന്ദ്രേ നിനക്ക് വേണ്ടി കൊണ്ടുവന്നത് അവൾ, ഒരു ഉപകാരം ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കുക? ഇവൾ കാരണമല്ലേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ശ്രീകാന്ത് ഇടപെട്ടിട്ട് പറയാണ്, അമ്മ വഴിക്ക് വീണതിന് ഏട്ടത്തി എന്തിനാ കുറ്റം പറയുന്നത്? എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി അവൾ വെള്ളം തറയിൽ ഒഴിച്ചതാ. ഇവളും ഇവളുടെ കെട്ടിയോനും പ്ലാൻ ചെയ്തതാ. ഞാൻ കിടന്നുപോയാൽ സുധിയുടെ കല്യാണം നടക്കില്ലല്ലോ, അത് നടക്കാൻ വേണ്ടി 2 പേരും കൂടി ചെയ്തതാ. അമ്മേ അപ്പോഴേക്കും സച്ചി അവിടെ എത്തി. കേട്ടല്ലോ രേവതി, നീയും ഞാനും കൂടി ചേർന്നിട്ടാണ് വീഴ്ത്തിയതെന്ന്. എന്നിട്ടാണോ നീ ഇവർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പോയത്? അച്ഛമ്മ, ക്ഷേത്രത്തിൽ പോയെന്നോ? അതേ, ഇവിടുന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയതാ. ഇവർക്ക് വേണ്ടി പോയതാ പ്രാർത്ഥിക്കാൻ, പെട്ടെന്ന് സുഖപ്പെടാനും പെട്ടെന്ന് മാറാനും ഒക്കെ. ഇവർക്ക് വേണ്ടി അത് മാറാനുള്ള വഴിപാടും കഴിച്ചു. അച്ഛമ്മ, കേട്ടല്ലോ ചന്ദ്രേ, അതാണ് ഈ കുഞ്ഞിൻ്റെ മനസ്സ്. നീ അവളെ വെറുക്കുമ്പോഴും അവൾ ക്ഷേത്രത്തിൽ പോയി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചത്. അപ്പോൾ അച്ഛൻ, ചന്ദ്രേ നീയല്ല രേവതി, എനിക്ക് വയ്യേ, എനിക്ക് വേദനിക്കുന്നു. അപ്പോൾ ശ്രീകാന്ത്, അമ്മേ ഹോസ്പിറ്റലിൽ പോകണോ? ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ വേദന മാറും. അയ്യോ വേണ്ട, അതിൻ്റെ വേദന കൂടി സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും മൂത്തമോൻ അവിടെ എത്തി, സുധി. അമ്മേ എങ്ങനെയുണ്ട്, ഇപ്പോൾ വേദനയുണ്ടോ? വേദന കുറവുണ്ടോ എന്ന് ചോദിച്ചവൻ കാല് തൊട്ട്. അപ്പോൾ അമ്മ പറയുന്നത്, തൊടാതെ, എനിക്ക് വേദന കൊണ്ട് എണീച്ച് നടക്കാൻ പോലും വയ്യ. അതിനല്ലേ ഞാൻ ഇതും വാങ്ങിച്ചിട്ട് വന്നത്. എന്താടാ അത്? അപ്പം സച്ചി, കാലിന് ഇത് കെട്ടി ഓടിയാൽ മതി, പെട്ടെന്ന് ശരിയാവും. അച്ഛൻ, ചുമ്മാതിരിക്കടാ സച്ചി. അമ്മേ ഇതാ വാക്കിംഗ് സ്റ്റിക്കായത്, ഇതും പിടിച്ച് അമ്മയ്ക്ക് ഇനി നടക്കാം. എനിക്കിതൊന്നും വേണ്ടടാ, ഈ കമ്പും കുത്തിപ്പിടിച്ച് നടക്കാൻ ഞാനെന്താ കിളവിയാ? അമ്മേ ഇതിൻ്റെ സപ്പോർട്ടിൽ നടക്കാൻ പറ്റും, അമ്മയ്ക്ക് നടക്കാം. അപ്പോൾ സച്ചി, ഇത് വാങ്ങിക്കാനാണോ രാവിലെ കാശും വാങ്ങിച്ചുകൊണ്ട് പോയത്? കേട്ടോ അച്ഛമ്മേ, അതുപോലും അവൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. ആരുടെ കാശായാലെന്താ, വാങ്ങിച്ചത് അമ്മയ്ക്ക് വേണ്ടിയല്ലേ.
അമ്മേ ഇത് പിടിച്ച് നടക്കാൻ നോക്ക്. ശ്രീ അമ്മയെ പിടിക്ക് വാ. അങ്ങനെ അപ്പുറം ഇപ്പുറവും ശ്രീകാന്തും സുധിയും കൂടി പിടിച്ച് നടത്തുകയാണ് അമ്മയെ. അപ്പോൾ സച്ചി ഇടയ്ക്ക് കയറി പറയാണ്, ആ വാ 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 പോരട്ടെ പോരട്ടെ എന്ന് പറിച്ചിരിക്കുകയാണ്. ആ ആ എന്നിട്ട് ലെഫ്റ്റ്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവൻ ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, എന്താ ഏട്ടാ ഇത്, അമ്മ മാർച്ച് ഫാസ്റ്റ് നടത്തുകയാണോ? ഏട്ടനൊന്നും മിണ്ടാതിരിക്കുക, അമ്മ വാ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പിടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വീഴാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വീഴാൻ പോകുമ്പോൾ അച്ഛൻ പറയാണ്, ആ ചന്ദ്രേ ഇനി നീ നടക്കണ്ട, അവിടെ എങ്ങനെ ഇരിക്കുക, മോളെ ആ കസേര കൊണ്ട് നീട്ടിയിട്ടെടുത്തേ. പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞ് രേവതി കാലെടുത്തിട്ട് മുകളിൽ വെക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങോട്ട് മാറ് എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് തട്ടി. സുധി, അമ്മേ ഇങ്ങനെ എൻ്റെ കല്യാണത്തിന് വരും? അപ്പോൾ സച്ചി പറയാണ്, ആ നീ ഒരു കാര്യം ചെയ്യ്, ഒരു വീൽ ചെയർ സംഘടിപ്പിച്ച് അതിലിരുത്തിയാൻ കൊണ്ടുപോയിക്കോ, അതാ നല്ലത്. അപ്പോൾ അവർ ചോദിക്കാണ്, ഞാനെന്താ വികലാംഗിയാ? ആ ഇപ്പം അതാണ്. സച്ചി, 1-6 മാസത്തിൻ്റെ അപ്പുറത്തേക്ക് ആ കല്യാണം അങ്ങ് നീട്ടി വെച്ചേക്ക്, അപ്പം മണ്ഡപത്തിൽ 2 കാലിൽ നിൽക്കാൻ പറ്റും. സുധി, 6 മാസമോ? അതൊന്നും പറ്റില്ല, എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞതാ. ആ കേട്ടല്ലോ കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ അവൻ അമ്മ വേണമെന്നില്ല, എങ്ങനെയും കല്യാണം നടന്നു കിട്ടിയാൽ മതി. അമ്മേ നിങ്ങളുടെ പൊന്നു മോന് നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല, സച്ചി പറയാണ്. അച്ഛനും അച്ഛമ്മയും നോക്കി പരസ്പരം ചിരിക്കുകയാണ് അവൻ്റെ വർത്തമാനം കേട്ടിട്ട്. അമ്മ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് വന്നോളും, സുധി പറയാണ്. അപ്പോൾ സച്ചി, ആ വന്നോളും വന്നോളും, ഇതിപ്പോഴൊന്നും ശരിയാവില്ല, ഇത് ശരിയാവണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും സമയമെടുക്കും. അയ്യോ എനിക്ക് വയ്യേ. അപ്പോൾ അച്ഛമ്മ പറയാണ്, എൻ്റെ ചന്ദ്രേ കാലിന് വേദനയുണ്ടെങ്കിൽ നീ ഇവിടെ കയറി കിടക്ക്. മോളെ രേവതി, നീ ആ പാത്രം എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വെക്ക്. അച്ഛമ്മ എല്ലാവരോടും പോകാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും പോയിക്കോ, എല്ലാവരും പോയിക്കോ. എടാ സച്ചി നീയും എണീറ്റ് പോയിക്കോ, എല്ലാവരോടും പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി പറയാണ്, പോടാ അവിടെ നിന്ന് നാടകം കണ്ട് നിൽക്കുന്ന. അപ്പോൾ അച്ഛൻ്റെ വക, ചന്ദ്രേ ഈ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നൊക്കെ പറയുന്നത് എത്ര ശരിയാണല്ലേ? പിന്നെ കാണിക്കുന്നത് രേവതി വിഷമിച്ച് നിൽക്കുന്നതാണ്. അവിടെ പോയിട്ട് അച്ഛമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ നിനക്കൊരു വിഷമം പോലെ? പറയുന്നതൊക്കെ കേട്ടില്ല അച്ഛമ്മേ, അമ്മയെ കരുതിക്കൂട്ടി ഞാൻ വീഴ്ത്തിയതാണെന്ന്. മോൾ അത് വിട്, അവളെന്തും പറയും, നിനക്കറിയാമല്ലോ അവളുടെ സ്വഭാവം. അവൾ പറയുന്നതൊന്നും മോള് കാര്യമാക്കണ്ട. കാണുമ്പോൾ പാവം തോന്നുന്നു അച്ഛമ്മേ. നല്ല വേദനയുണ്ട് അമ്മയ്ക്ക്. അച്ഛമ്മയ്ക്ക് നാട്ടുവൈദ്യമൊക്കെ അറിയാലോ, എങ്കിലും മരുന്നുണ്ടാക്കി കൊടുത്താൽ വേദനയ്ക്കൊരു ശമനം ഉണ്ടാവും. കഷായം ഉണ്ടാക്കി കൊടുത്താൽ വേദന മാറും, പക്ഷേ അവൾ കഴിക്കുമോ? കഴിക്കും. എന്ത് വേണമെന്ന് അച്ഛമ്മ പറയും, ഞാനുണ്ടാക്കാം. അപ്പോൾ സച്ചി, ഞാനുണ്ടാക്കാം, നിനക്ക് കിട്ടിയതൊന്നും പോരേ? സച്ചിയോട് അവൾ പറയാണ്, നല്ല വേദന ഉണ്ട് അമ്മക്ക്. അച്ഛമ്മ പറയും, കഷായം ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണം? പറഞ്ഞു കൊടുക്ക്. അപ്പോൾ അച്ഛമ്മ പറയാണ്, കുറച്ച് വേപ്പില, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ മറ്റുള്ള സാധനങ്ങളൊക്കെ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ മരുന്നും പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം അച്ഛമ്മ പറയാണ്, ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ എണീറ്റ് നടക്കുകയും ചെയ്യും, അവളുടെ വേദന മാറുകയും ചെയ്യും. ഇത് പെട്ടെന്നുണ്ടാക്കാൻ കഴിയില്ല, സമയമെടുക്കും. അത് സാരമില്ല അച്ഛമ്മേ, ഞാനുണ്ടാക്കിക്കോളാം. അപ്പോൾ സച്ചിയോട് അവൾ പറയാണ്, അച്ഛമ്മ പറഞ്ഞ പച്ചമരുന്നുകളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരുമോ? ഇതൊക്കെ എവിടുന്ന് വാങ്ങാൻ? ചിലത് മാത്രമേ ആയുർവേദ കടകളിൽ കിട്ടുകയുള്ളൂ, ബാക്കിയൊക്കെ പറിച്ചെടുക്കണം. ചെന്ന് പറിച്ചെടുക്ക്. ഇതൊക്കെ എളുപ്പമാണെന്ന് വിചാരം? നാട്ടിലാണെങ്കിൽ ഒക്കെ വീട്ടു പരിസരത്ത് തന്നെ കാണും. ഇവിടെ ഇതൊക്കെ എവിടെ കാണുമെന്ന് ആർക്കറിയാം? മോൻ നടക്കാനൊരു വടിവായി കൊടുത്തല്ലോ, അതും കുത്തിയാൽ നടക്കട്ടെ, എനിക്കൊന്നും വയ്യ. എങ്ങനെയെങ്കിലും സംഘടിപ്പിക്ക്, പാവം വേദന കൊണ്ട് കരയുന്നത് കാണുന്നില്ലേ? ചെല്ലേ. ശരി, ഞാൻ ചെന്ന് നോക്കട്ടെ, കിട്ടിയാൽ കിട്ടി, അത്ര തന്നെ. സച്ചി പോകാൻ ഒരുങ്ങുമ്പോൾ രേവതി പറയാണ്, അതേ പച്ചമരുന്ന് കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഉത്തരവേ. സുധി അങ്ങനെ ഏകദേശം പിടിച്ച് എഴുന്നേൽപ്പിച്ച് പുറത്ത് കൊണ്ടാന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ രേവതി കുടിക്കാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുപോയിട്ട് പറയാണ്, അമ്മേ ദാ ഇത് കുടിക്ക്. അപ്പോൾ സുധി, നിൽക്ക്, എന്താ ഇത് ഗ്ലാസ്? അതല്ല, ഗ്ലാസ്സിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അതിലെന്താണെങ്കിലും നിനക്കെന്താടാ? അപ്പോൾ അച്ഛൻ, എടാ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കഷായം ഉണ്ടാക്കി കൊണ്ടുവന്നതാ. ചന്ദ്ര അപ്പോഴും. അപ്പോൾ അച്ഛമ്മ പറയാണ്, ചന്ദ്രേ നിനക്ക് വേണ്ടി ഒരു കഷായം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുടിച്ചാൽ നിൻ്റെ കാലിൻ്റെ ഉളുക്കും വേദനയൊക്കെ മാറും. നാളെ തന്നെ നീ കുതിരയെ പോലെ തുള്ളിച്ചാടി ഓടും. കഷായോ? എനിക്കൊന്നും വേണ്ട. അപ്പോൾ അച്ഛൻ, നിനക്ക് വേണ്ടി ഇവരുണ്ടാക്കി കൊണ്ടുവന്നതാ. എനിക്ക് വേണ്ടിയോ? ഇവളുണ്ടാക്കിയതാ? എനിക്ക് വേണ്ട, ഇവളെന്നെ കൊല്ലാൻ തീരുമാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയതായിരിക്കും. അമ്മേ, അവൾ അതും പറഞ്ഞ് സച്ചിയെ നോക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, ഇവളെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, ഞാൻ കുടിക്കില്ല.
എന്നെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. എന്നെ വിട്ടേക്ക്. ഞാനിങ്ങനെ കിടന്നാലും വേണ്ടില്ല, നീ തരുന്നത് ഞാൻ കുടിക്കില്ല. അമ്മേ, കാലൊക്കെ ശരിയാവും, വേദന മാറും. ദാ ഇത് കുടിക്ക്. നീ തരുന്ന കഷായം കുടിച്ചാലേ ഞാൻ മരിച്ചു പോകും. ഞാൻ വേദന സഹിച്ചോളാം. നീ ചെല്ല്. അപ്പോൾ സച്ചി, അപ്പോൾ കുടിക്കില്ല. ഇല്ലടാ, നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ കുടിക്കില്ല. കുടിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. അച്ഛാ പിടിച്ച അച്ഛാ, മാറി മാറി എന്ന് പറഞ്ഞ എല്ലാവരെയും മാറ്റിയിട്ട് അവൻ കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അയ്യോ അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ മാറ്റുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എന്താ സച്ചി ഈ കാണിക്കുന്നത്? ശ്രുതി വന്ന് സച്ചിയെ പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നത്, ദേ അടുത്തങ്ങൻ വന്നാൽ നിൻ്റെ കയ്യും കാൽ ഞാൻ ഒടിക്കുമോ, മാറി നിന്നോ. എടാ സച്ചി, അമ്മയ്ക്ക് ഇഷ്ടമില്ലേ കൊടുക്കണ്ട എന്ന് പറയാണ് ശ്രുതി. അപ്പോൾ എല്ലാവരും കൂടി മൽപ്പിടുത്തം പോലെ പിടിച്ചിട്ട് എല്ലാവരും കൂടി വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് രേവതിയാണ് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കളയല്ലേ അമ്മേ, കളയല്ലേ, കുടിക്കുക, മുഴുവനും കുടിക്കുക എന്ന് പറഞ്ഞിട്ട്. അച്ഛമ്മയ്ക്ക് സന്തോഷമായി, അച്ഛനും. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എടാ നീ അമ്മയ്ക്ക് എന്താടാ കലക്കി കൊടുത്തത്? അത് എന്താണെന്ന് ഇപ്പം അറിയാം. ഇത് എന്തൊരു കൈപ്പാടാ, നീ എന്താടാ എനിക്ക് തന്നത്? പോയ വഴി അറിയുന്നുണ്ടോ? ആ ഉണ്ട്. ആ അപ്പം തീർന്നു. 3 മാസത്തേക്ക് എണീക്കാൻ പറ്റൂല. എന്താടാ നീ പറയുന്നേ? അമ്മേ, ഇപ്പം കഴിച്ചത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പച്ചമരുന്നുകളാണ്. തളർന്നു പോകും. 6 മാസം കിടന്ന കിടപ്പിൽ തന്നെ കിടക്കും. അയ്യോ അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് അവർ കരയുകയാണ്. അപ്പോൾ അച്ഛൻ, ചന്ദ്രേ, അയ്യോ എന്നാലും നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോടാ, അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ചന്ദ്ര കരയാണ്. അയ്യോടാ ഇനിയിപ്പോൾ എങ്ങനെ കല്യാണം നടത്തും? ശ്രുതിയോട് ചോദിക്കുകയാണ്. 6 മാസം വരെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 വർഷം കഴിഞ്ഞാലേ ആ പെണ്ണ് മനസ്സ് മാറി വേറൊരുത്തൻ്റെ കൂടെ പോയിക്കോളും. കല്യാണം ക്യാൻസൽ. ദേ എല്ലാവരും ചേർന്ന് എന്നോട് ഈ ചതി ചെയ്തല്ലോ. ശ്രുതി, നിന്റെ കല്യാണം നടത്താതിരിക്കാൻ ഇവനും ഇവളും ചേർന്ന് എന്തെല്ലാം ചെയ്യും. അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇവരത് ചെയ്തു. അയ്യോ എല്ലാം പോയേ. നിർത്ത് ചന്ദ്രേ. അവൻ നിന്നെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നല്ല കേഷായ അത്. അച്ചമ്മ, അവൻ എവിടെയൊക്കെയോ പോയിട്ട് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന പച്ചമരുന്നാണത്. നിനക്കവനോട് സ്നേഹമില്ലെങ്കിലും അവന് നിന്നോട് സ്നേഹമുണ്ട്. അത് വിടച്ചമ്മേ, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ചന്ദ്രേ, ശ്രുതി നിനക്ക് നടക്കാനായിട്ട് വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നു. സച്ചിയാണെങ്കിൽ നിനക്ക് പോയിട്ട് പച്ചമരുന്നുകളൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കഷായം വെച്ച് തന്നു. 2 പേരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത് നീ മനസ്സിലാക്കണം. അച്ചമ്മ, നാളേക്കെല്ലാം ശരിയാവും, നിനക്ക് നടക്കാൻ പറ്റും. വാ അമ്മേ എന്ന് പറഞ്ഞ് അമ്മയും മകനും അവിടെ നിന്ന് പോയി. പിന്നെ ശ്രുതിയും അമ്മയും മാത്രമായി തനിച്ചിട്ട്. അപ്പോൾ ശ്രുതി അമ്മയുടെ തലയിലൊക്കെ തലോടി കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. അപ്പോൾ ശ്രുതി മീരയെ വിളിച്ച് പറയാണ്, മീര ഞാൻ ഇറങ്ങുകയാണേ. മീര ചോദിക്കുകയാണ്, ഇന്നെന്താ നേരത്തെ? ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റ് രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിക്കുന്നേ? അപ്പോഴേക്കും അവൾക്ക് കോൾ വന്നു. ആര്? ആ ടോർച്ചർ പിയെ ദാസ്. ചിലപ്പോൾ മേഡം പറഞ്ഞിട്ട് വിളിക്കുന്നതാണെങ്കിലോ, എടുക്ക്. പറ, എന്താ കാര്യം? അപ്പോൾ അവൻ മറുതലക്കെന്ന് പറയാണ്, കാര്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ചുമ്മാ വിളിച്ചൂടെ? എന്താടാ നിൻ്റെ പേടിയൊക്കെ മാറിയോ? അടി കിട്ടിയതൊക്കെ മറന്നോ? അതെങ്ങനെ മറക്കും? അതൊക്കെ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ വിടാതെ പിന്തുടരുന്നത്. നീ ആരാ എന്താ എന്നൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി ശ്രുതി. നീ വീണ്ടും തുടങ്ങിയല്ലേ? നിനക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്ന് നീ മുമ്പും പറഞ്ഞതല്ലേ? നിനക്കൊന്നും വേറെ ജോലിയില്ലേടാ? അന്ന് പറഞ്ഞതല്ല ഇപ്പം പറയുന്നത്. നിന്നെപ്പറ്റി എനിക്ക് എല്ലാം അറിയാം. കല്യാണി. അപ്പോൾ അവളൊന്ന് ഞെട്ടി. എന്താ നീ മിണ്ടാത്തെ? ഞെട്ടിപ്പോയോ? ആരാ കല്യാണി? എൻ്റെ പേര് ശ്രുതി എന്നാ. ആ പേര് അങ്ങ് തിരുവനന്തപുരത്ത്. നിൻ്റെ നാട്ടിൽ നീ കല്യാണിയാ? ഞാനേ ഇപ്പം നിൻ്റെ നാട്ടിലാണ് ഉള്ളത്, നിൻ്റെ വീടിൻ്റെ മുന്നിൽ. എന്തേ വിശ്വാസം വരുന്നില്ലേ? ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്ക്, അപ്പം കാണാം. അവൻ പറഞ്ഞതുപോലെ തന്നെ അവൾ വീഡിയോ കോൾ വിളിച്ചു. അപ്പോൾ അവൻ ഹലോ എന്ന് പറഞ്ഞ് ടാറ്റയാക്കാണ്. അവൾക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അവൻ പറയാണ്, ദേ നോക്ക്, നീ വിവാഹിതയാ, നിനക്കൊരു കുട്ടിയും ഉണ്ട്. പേര് ആദി. എല്ലാം എനിക്കറിയാം കല്യാണി. എന്തിനാ നീ എന്നെ ഉപദ്രവിക്കുന്നേ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നിൻ്റെ ഈ ചോദ്യത്തിന് വേണ്ടി ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് നിന്നെ വേണം കല്യാണി. ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എൻ്റെ വിവാഹം നടക്കാൻ പോവുക. വിവാഹം മുമ്പേ നടന്നതല്ലേ? ഒരു കിളവൻ നിന്നെ കെട്ടിയതല്ലേ? അയാൾ മരിച്ചുപോയി അല്ലേ? ഇതൊക്കെ മുമ്പേ നീ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്കൊരു ജീവിതം തന്നേനെ.
പ്ലീസ്, എൻ്റെ ജീവിതത്തിലൊരു നല്ല കാര്യം നടക്കാൻ വേണ്ടി പോവുക. നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കരുത്. ഏയ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിൻ്റെ കല്യാണത്തിന് വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ ഒരാഗ്രഹം, എൻ്റെ ആ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണം. ആ ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാലോ അല്ലേ? കല്യാണത്തിന് മുമ്പ് നീ ഞാൻ വിളിക്കുന്നിടത്ത് ഒന്ന് വരണം. അപ്പോൾ മീര ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് പറയാണ്, റാസ്കിൾ, എന്താടാ നീ വിചാരിച്ചേ? കൊല്ലും ഞാൻ നിന്നെ. അയ്യോ, ഇതാര്? അവളുടെ ഫ്രണ്ടാ? എടീ കൊച്ചേ, ഞാൻ നിന്നോടല്ല വരാൻ പറഞ്ഞത്. എടോ. ഇപ്പോൾ കല്യാണി ഇടപെട്ടിട്ട് പറയാണ്, മീര മിണ്ടാതിരിക്കെ. അപ്പോൾ അയാൾ, അങ്ങനെ പറയൂ കല്യാണി. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മൾക്ക് കാണാം. ഹോട്ടൽ ഗ്രീൻ ഹല്ലിൽ നീ വരണം. റൂം നമ്പർ 8. അതെൻ്റെ ഭാഗ്യ റൂമാ. ഞാനേ ഇടയ്ക്കിടയ്ക്ക് ആ റൂം ഉപയോഗിക്കാറുണ്ട്. എടാ, കൊല്ലും ഞാൻ നിന്നെ. എന്താടാ നീ കരുതിയേ? മീര വീണ്ടും പറയാണ്. അപ്പോൾ കല്യാണി, മീര നിർത്ത്. മീര വേണ്ട. അപ്പോൾ അയാൾ വീണ്ടും പറയാണ്, നീ ഒരു വട്ടം വന്നാൽ മതി, പിന്നെ എന്നെക്കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. വന്നില്ലെങ്കിൽ ഞാൻ നീ വിവാഹിതയാണെന്നും ഒരു കുട്ടിയുണ്ടെന്നും എന്നൊക്കെ നിൻ്റെ വീട്ടുകാരോടും അവനോടും പോയി പറഞ്ഞു കൊടുക്കും. നീ ഒന്നും ആരോടും പറയരുത്. ഞാൻ വരാം. ആ ആ അങ്ങനെ വഴിക്ക് വാ. അപ്പോഴേ 5 മണി. ഞാനവിടെ വെയിറ്റ് ചെയ്യും. ബായ് ശ്രുതി. നോ 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 കല്യാണി. അവൻ ചിരിച്ച് ഫോൺ കട്ട് ചെയ്തു. എന്താ ശ്രുതി നീ പറഞ്ഞത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നീ അവൻ്റെ അടുത്ത്, അവൻ വിളിച്ചെടുത്ത് പോകാമെന്ന് പറഞ്ഞത്? അപ്പോൾ അവൾ ഓർക്കുകയാണ് വീണ്ടും ശ്രുതി, വന്നില്ലെങ്കിൽ നീ വിവാഹിതയാണെന്നും നിനക്കൊരു കുട്ടിയുണ്ടെന്നും എന്നുള്ള കാര്യം ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നവനോടും അവൻ്റെ വീട്ടുകാരോടും പോയി പറഞ്ഞു കൊടുക്കും എന്നുള്ള കാര്യം അവൾ പെട്ടെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സീ യു ഓൾ.